ഹലോ എവരി വൺ, വെൽക്കം ടു മൈ വീഡിയോ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ലവ് ലാംഗ്വേജ് പരസ്പരം അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ലവ് ലാംഗ്വേജ് എന്താണ്, അത് എങ്ങനെ മനസ്സിലാക്കാം, അതായത് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങളുടെ പാർട്ണർ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആ ലാംഗ്വേജ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും പരാതിയുടെ രൂപത്തിലാണ് വരുന്നത്. ഞാനെന്ന വ്യക്തി എങ്ങനെ ആകണമോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ അവയെല്ലാം പരാതിയായി നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബന്ധം നന്നായി കൊണ്ടുപോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പരാതികളെ നാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനകത്ത് ചെയ്യേണ്ട വരുത്തേണ്ട കാര്യങ്ങൾ വരുത്തി തീർക്കാൻ, ചെയ്ത് തീർക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തേണ്ടത് ആവശ്യമാണ്. ഇത് പാർട്ണറിൽ രണ്ടു പേർക്കും അത്യാവശ്യമായിട്ടുള്ള ഗുണമാണ്. ഒരാൾ മാത്രം ചെയ്താൽ പോരാ, ഇത് രണ്ടു പേർക്കും, മെയിൽ ആൻഡ് ഫീമെയിൽ, ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലവ് ലാംഗ്വേജിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷനാണ്. അതായത് ഓപ്പോസിറ്റ് ഉള്ള ആളിൻ്റെ പരാതികൾ, പരിഭവങ്ങൾ, അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കി അത് ഒരു വേർഡ്സ് ഓഫ് അഫർമേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അതായത് ആ വേർഡ്സിനകത്ത് കൈൻഡ്നെസ് ഉണ്ടാകണം, ഹംബിൾനെസ് ഉണ്ടാകണം, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് വേണം, എൻകറേജ്മെൻറ്റ് ഉണ്ടാകണം. മറ്റേ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ആയിരിക്കേണ്ടത് എങ്ങനെയാണോ അത് ക്രിറ്റിസിസമായിട്ടല്ല, അതിനെ കുറച്ചുകൂടെ മയപ്പെടുത്തുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ പാർട്ണർ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത വസ്ത്രങ്ങൾ നിങ്ങൾക്കത് തീരെ ഇഷ്ടമായില്ല എന്ന് കരുതി, ഉടനെ ഇത് വേണ്ട, ഇത് മാറ്റിക്കോ, അത് തന്നെ എടുക്കണം, ഇത് മാത്രമല്ല ഇതെന്തിനു കൊള്ളാം എന്നൊക്കെയുള്ള കമൻറ്റുകൾക്ക് പകരം ഇതിനേക്കാൾ അതായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി, എന്നെ നിനക്കതാകും കൂടുതൽ ഇണങ്ങുന്നത്, ചേരുന്നത്, ഈ രീതിയിലുള്ള സംസാരങ്ങൾ കുറച്ചുകൂടെ നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കും. വേർഡ്സ് ഓഫ് അഫർമേഷൻ ഒന്നാമത്തെ ഒരു ലവ് ലാംഗ്വേജാണ്. രണ്ടാമത്തേത് ക്വാളിറ്റി ടൈം. നിങ്ങൾ എത്ര തിരക്കുള്ള വ്യക്തിയായാലും, നിങ്ങൾ വളരെ അകലങ്ങളിലാണ് ജോലി ചെയ്യുന്നവരായാൽ പോലും, ഒരു ക്വാളിറ്റി ടൈം നിങ്ങളുടെ പാർട്ണർക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. മൊബൈലിൽ നോക്കി നോക്കി മുന്നോട്ട് പോകുന്ന ക്വാളിറ്റി ടൈമല്ല, മുഖത്തോട് മുഖം നോക്കി, കണ്ണുകളിൽ നോക്കി, ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കി സംസാരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതും അന്ന് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനുമുള്ള, സംസാരിക്കുവാനും ഷെയർ ചെയ്യുവാനുമുള്ള ഒരു ക്വാളിറ്റി ടൈം നാം കണ്ടെത്തേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തേതാണ് ആക്ട്സ് ഓഫ് സർവീസ് എന്നത്. അതായത് ചില വ്യക്തികൾക്ക് അവരുടെ ലവ് ലാംഗ്വേജിൽ വരുന്നതാണ് അവരെ ഒന്ന്
ജോലിയിൽ സഹായിച്ചില്ല, അല്ലെങ്കിൽ സുഖമില്ലാതെ ആയിരുന്നപ്പോൾ എന്നെ ഒന്ന് കെയർ ചെയ്തില്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമോ എന്ന് ചോദിച്ചില്ല. ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ, ഇതൊക്കെ അണപൊട്ടാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നാൽ അവസാനം അത് വലിയ വലിയ പ്രശ്നങ്ങളായി മാറും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അറിഞ്ഞ് പ്രവർത്തനത്തിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ പങ്കാളി നിങ്ങളെയും കൊണ്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നീ ഒരിടത്തും വരില്ലല്ലോ എന്നോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരിടത്തും കൊണ്ടുപോകില്ലല്ലോ, ഇതാണ് അവരുടെ ലവ് ലാംഗ്വേജ്. അല്ലാതെ അവർ വന്ന് നിങ്ങളോട് പറയില്ല, എനിക്ക് നിങ്ങളോട് എല്ലായിടവും വരുവാൻ ആഗ്രഹമുണ്ട്, അവിടെ പോകുമ്പോൾ എനിക്കും വരുവാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പലർക്കും അറിയില്ല. എല്ലാം പരാതിയുടെ രൂപത്തിലാണ് പറയുന്നത്. അതാണ് ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ആക്സെപ്റ്റ് സർവീസ് നമ്മൾ എപ്പോഴും മനസ്സ് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരാതികൾ ഒഴിവാക്കപ്പെടും, നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. നാലാമത്തേത് ഗിവിങ് ഗിഫ്റ്റ്സ്, അതായത് സമ്മാനങ്ങൾ നൽകുക എന്നതാണ്. ചിലർക്ക് വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും നൽകണ്ട. അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, വെഡ്ഡിങ് ഡേ അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ, ഈ ദിവസങ്ങളിലേക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് അവർക്ക് നൽകുന്നത് അത് അവർക്ക് വളരെയേറെ സന്തോഷം നൽകുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരാതികൾക്കും പരിഭവങ്ങൾക്കും പിണക്കങ്ങൾക്കുമൊക്കെ ഫുൾ സ്റ്റോപ്പ് തരുന്നതുമാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടുള്ള പരിപാടി. ചിലർ ഏതിനും ഗിഫ്റ്റ്, അതും വില കൂടിയ ഗിഫ്റ്റ്, അതൊക്കെ ചിലപ്പോൾ നമുക്ക് അച്ചീവബിൾ അല്ലായിരിക്കും. എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ഇത് ഒരു ജീവിതത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ലെവലിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. എൻ്റെ ജീവിതം, ഈ കുടുംബം നന്നായി കൊണ്ടുപോകുവാൻ ഞാൻ നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന നിലയിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, ഒരു ശീലമാക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടച്ചാണ്. ഒത്തിരി പേര് ഫിസിക്കൽ ടച്ച്, സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി, ഫിസിക്കൽ ടച്ച് എല്ലാവരും ആവശ്യപ്പെടുന്നു. അതൊരു ഹഗ്ഗാവാം, ഒരു കിസ്സാവാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സും ആകാം. പരിഭവങ്ങളും പരാതികളുമായി ദിനരാത്രങ്ങൾ രണ്ടിടത്തും ആയി ജീവിക്കുന്നതിനേക്കാൾ ഈ വക ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുക.